ഹലോ ഐസി ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചോക്ലേറ്റ് ക്രോസോണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പ് നേരിയ ചൂടുള്ള പാലിൽ 1 ടീസ്പൂൺ ഈസ്റ്റ്, സ്വല്പം പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെക്കുക പൊങ്ങാൻ. ഈ സമയം കൊണ്ടൊരു ബൗളിൽ 2 കപ്പ് മൈദ മാവ്, പിന്നെ സ്വല്പം മെൽറ്റഡ് ബട്ടർ അഥവാ എണ്ണ 2 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഓപ്ഷണലാണ്, പാൽപ്പൊടി ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട, എന്നിവ ചേർത്തിട്ട് നമുക്ക് പൊങ്ങിയ നമ്മുടെ ഈസ്റ്റിൻ്റെ പാല് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമായിരിക്കും. എന്നിട്ടിത് നന്നായി ഒരു സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ച് വെക്കാം. എന്നിട്ടൊരു ക്ലിംഗ് റാപ്പ് ഇട്ട് അടച്ച് വെക്കാം. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ പൊങ്ങാൻ വെക്കാം. ഇപ്പോൾ ഇതാ 1.5 മണിക്കൂർ കഴിഞ്ഞ് നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ക്രോസോണിന് അധികം പൊങ്ങണ്ട, ഇത്രയൊക്കെ പൊങ്ങിയാൽ മതി. എന്നിട്ട് അതിൻ്റെ എയർ ഒന്ന് പഞ്ച് ഔട്ട് ചെയ്ത് ഇതുപോലെ ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. കുഴച്ച് കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് റോളിംഗ് ബോർഡിലോട്ടെടുത്ത് സ്വല്പം മാവ് ഡസ്റ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് കുറച്ച് പോർഷൻസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു 7 or 8 ഈക്വൽ പോർഷനായിട്ട്, ഏകദേശം ഈക്വൽ പോർഷനായിട്ട്. ചിലർ അളന്നിട്ടൊക്കെ മുറിക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഞാൻ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഈ ക്രോസോൺ ഉണ്ടാക്കുന്നത് ഈസിയസ്റ്റ് മെത്തേഡിലാണ് കേട്ടോ. ഓവർനൈറ്റ് നമ്മൾ മാവൊന്നും പരത്തി ലെയറാക്കി മടക്കി അങ്ങനെ ഒന്നുമല്ല ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ നമ്മൾ ഒറ്റ ദിവസത്തെ ഫ്യൂ ഹവേഴ്സിലുണ്ടാക്കുന്ന പ്രൊസീജിയറാണ്, ഈസിയസ്റ്റ് മെത്തേഡ്. ഇപ്പോൾ ഞാനൊരു 8 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തു, ഏകദേശം ഈക്വൽ പോർഷനായിട്ട്. എന്നിട്ടിത് നമുക്ക് നല്ല റൗണ്ടാക്കി ഒരു ബോളാക്കി നമുക്കൊരു പ്ലേറ്റിലോട്ടോ പാത്രത്തിലോട്ടോ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് പരത്താൻ തുടങ്ങാം. അപ്പോൾ യൂഷ്വലി നമ്മുടെ ക്ലാസിക് മെത്തേഡിൽ നമ്മൾ മാവ് കുഴച്ച് വലുതായിട്ട് പരത്തി ബട്ടർ അതിലോട്ട് നന്നായി വലുതായിട്ട് സ്പ്രെഡ് ചെയ്ത് അടച്ച് വെച്ച് പല പ്രാവശ്യം ഫോൾഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ്. ഇതങ്ങനെയല്ല, ഈസിയാണ്. ഇപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുത്ത ഓരോ ബോളും ഏകദേശം ഒരു ചപ്പാത്തി വലിപ്പത്തിൽ നമുക്ക് ആദ്യം ഒന്ന് പരത്തിയെടുക്കണം. അപ്പം റൗണ്ടായിട്ട് റോൾ ചെയ്തെടുക്കുക അറിയാത്തവരാണെങ്കിൽ ഒരു വിധമൊക്കെ ഒന്ന് റൗണ്ടാക്കിയിട്ട് റോൾ ചെയ്തെടുത്തിട്ട് എഡ്ജസ് കട്ട് ചെയ്താലും മതി. ഇപ്പം ഇതിലേക്ക് മെൽറ്റഡ് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഓരോ ബോളും ഇതുപോലെ പരത്തുമ്പം മെൽറ്റഡ് ബട്ടർ തേച്ച്, അതായത് ഒരുപാട് വേണ്ട, ഒരു സ്വല്പം എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒരു തിൻ ലെയർ മെൽറ്റഡ് ബട്ടർ നമുക്ക് തേച്ച് കൊടുത്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോൾ ഞാൻ റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു. ഇപ്പം ഇതുപോലെ ഓരോന്നും പരത്തി മേളി വെക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ബട്ടർ തൂക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെക്കാൻ പോകുന്ന ലെയറിൻ്റെ മേളിൽ ബട്ടർ തൂക്കണ്ട, അതുവരെയുള്ളതിൽ ബട്ടർ തൂത്ത് ഈ കാണിക്കുന്ന പോലെ തന്നെ തൂത്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാം തൂത്ത് വെച്ച് കഴിഞ്ഞു. ഇനി സ്വല്പം മാവ് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് മൊത്തത്തിൽ ഒന്ന് നല്ലതായിട്ട് പരത്തിയെടുക്കാം. നമ്മുടെ ഞാനിപ്പം ഈ റോളിംഗ് ബോർഡിൻ്റെ ഒരു കണക്കിലേക്കാണ് പരത്തുന്നത്. അപ്പം നിങ്ങൾ ഏകദേശം ഒരു നല്ല രീതിയിൽ തിന്നായിട്ട് വലുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ ബട്ടർ ഇടയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ പരത്താൻ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഞാനിത് പരത്തി കഴിഞ്ഞു. ഇനി ഞാനിതിനെ 8 പീസാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാം. ഈ കാണിക്കുന്ന പോലെ കട്ട് ചെയ്തിട്ട് ആദ്യം ഞാൻ 4 ആക്കുക, പിന്നെ ഞാൻ 8 പീസായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ എന്ത് വേഗമാണ് നമ്മളിതിൻ്റെ ലെയർ പ്രിപ്പയർ ചെയ്ത് നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് പോയി കഴിഞ്ഞു. അപ്പം നമുക്ക് ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാൻ. അപ്പോൾ ഞാൻ 8 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ക്രോസോൺ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ്, നോർമൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുക.
അത് ഞാൻ ഇതിൻ്റെ ഓരോ അറ്റത്തിലും വെച്ച് കൊടുക്കുവാണ്. ആദ്യം ഇതെല്ലാം ഓരോ പീസിലും ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് മറക്കണ്ട, ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണേ. 180°C പ്രീ ഹീറ്റ് ചെയ്ത് ഒരു ട്രേ ലൈൻ ചെയ്ത് ബേക്കിംഗ് പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് നടുക്കിലൊന്ന് സ്വല്പം ഒരു കട്ട് കൊടുത്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ റോൾ ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റ് ക്രോസോൺ വേണ്ട, നോർമൽ പ്ലെയിൻ ക്രോസോൺ മതിയെങ്കിൽ സ്വല്പം ബട്ടർ ഈ സ്ഥാനത്ത് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിത് റോൾ ചെയ്ത് ഓരോന്ന് ഇതുപോലെ റോൾ ചെയ്തിട്ട് നമ്മൾ ബേക്കിംഗ് പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഓരോന്നും ഈ ഓരോ പീസ് ഞാൻ ഈ കാണിച്ച പോലെ അതിൻ്റെ മിഡിലായിട്ടൊരു ചെറിയ കട്ടിട്ടിട്ട് ഇത് നമുക്ക് റോൾ ചെയ്ത് എടുക്കാമേ. റോൾ ചെയ്ത് ട്രേയിൽ ഒരു സ്വല്പം ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ഇത് എടുത്തു വെക്കാം. ഇപ്പോൾ നമ്മൾ ട്രേയിലോട്ടെല്ലാം റോൾ ചെയ്ത് വെച്ചു. സ്വല്പം അതിൻ്റെ മുകളിലോട്ട് എഗ് വാഷ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. നമുക്കൊന്നും കൂടെ ചെറുതായിട്ടൊന്ന് പൊങ്ങാൻ വെക്കണം. അതായത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന ടൈം മതി, അതിൽ കൂടുതൽ വേണ്ട. ഇപ്പോൾ ഇത് ഓവൻ പ്രീ ഹീറ്റായി അപ്പോഴത്തേക്ക് സ്വല്പം ഇതൊന്ന് വലുതായിട്ടുണ്ട്, പൊങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കിതിൻ്റെ മേളിൽ ഒരു പ്രാവശ്യം കൂടെ ചെറുതായിട്ടൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ടോപ്പറാക്കി വെച്ച് ഇപ്പോൾ 200°C ആക്കണേ. ടെമ്പറേച്ചർ 200°C ആക്കിയിട്ട് ഒരു 15 to 20 minutes നിങ്ങളുടെ ഓവൻ്റെ ഹീറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ നമ്മുടെ അടിപൊളി ഫ്ലേക്കി യമ്മി ചോക്ലേറ്റ് ക്രോസോൺ ഇവിടെ റെഡിയായി. കണ്ടോ എന്ത് യമ്മി ആൻഡ് ഫ്ലേക്കിയാണ്, പെർഫെക്റ്റായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പം ഞാനുണ്ടല്ലോ ഇതൊന്ന് നല്ല ചൂടുണ്ടേ, ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് തുറന്ന് കാണിച്ചു തരാം. എങ്ങനെ ഇരിക്കുന്നത്, എൻ്റെ ചോക്ലേറ്റ് അകത്ത് എങ്ങനെ ഇരിക്കുന്നതെന്നൊന്ന് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരിടത്ത് തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടോ, ഞാൻ തുറന്നപ്പം അത്രയും ഫ്ലേക്കി ആയിരിക്കും ഇത്, അത്രയും പുറത്ത് ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തപ്പോഴപ്പോൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.